ഹലോ ഫ്രണ്ട്സ്, GK മലയാളത്തിലേക്ക് സ്വാഗതം. 2024 ഏപ്രിൽ മാസത്തിലെ ആനുകാലിക വിവരങ്ങൾ. ആദ്യത്തെ ചോദ്യം, യുനെസ്കോ 2024 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്ത നഗരം ഏത്? ഉത്തരം ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ്. ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ യുഗേ യുഗീൻ ഭാരത് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം ന്യൂഡൽഹി. ഇന്ത്യൻ നാവികസേനയുടെ മേധാവിയായി അടുത്തിടെ നിയമിതനായ വ്യക്തി ആര്? ഉത്തരം ദിനേശ് കുമാർ ത്രിപാഠി. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരി ആവുന്നത്? ഉത്തരം ഗോപിചന്ദ് തോട്ടക്കുര. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യക്കായി അരങ്ങേറിയ രണ്ടാമത്തെ മലയാളി വനിത? ഉത്തരം സജന സജീവൻ. ഒന്നാമത്തെ മലയാളി വനിത മിന്നുമണിയാണ്. KK നീലകണ്ഠന്റെ ജീവിതം ആസ്പദമാക്കി പക്ഷികളും ഒരു മനുഷ്യനും എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത് ആര്? ഉത്തരം സുരേഷ് ഇളമൺ. അങ്കണവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പാഠ്യപദ്ധതിയുടെ പേര്? ഉത്തരം ആദർശശില. കേരളത്തിൽ വലിയ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഈടാക്കുന്ന ആഡംബര നികുതി ഇനി മുതൽ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം അധിക നികുതി എന്ന പേരിൽ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭ എന്ന നേട്ടം കൈവരിക്കാൻ പോകുന്ന നഗരസഭ ഏത്? ഉത്തരം കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര. 2024 ഏപ്രിലിൽ 17 കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റുപോയ രാജാ രവിവർമ്മ വരച്ച ചിത്രത്തിന്റെ പേര്? ഉത്തരം മോഹിനി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയും ChatGPTയുടെ സ്രഷ്ടാവുമായ ഓപ്പൺ AI ഇന്ത്യയിലെ ആദ്യത്തെ ജീവനക്കാരി? ഉത്തരം പ്രഗ്യ മിശ്ര. കളിസ്ഥലം ഇല്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന് അഭിപ്രായപ്പെട്ട ഹൈക്കോടതി ഏത്? ഉത്തരം കേരള ഹൈക്കോടതി. 2024 ഏപ്രിലിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ദീർഘദൂര ക്രൂയിസ് മിസൈൽ? ഉത്തരം നിർഭയ്. ഇന്ത്യയിൽ നിന്നും ഫിലിപ്പീൻസ് വാങ്ങിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ? ഉത്തരം ബ്രഹ്മോസ്. നാസയുടെ ചാന്ദ്രദൗത്യമായ ആർട്ടിമിസിൽ പങ്കാളിയാകാനുള്ള പരിശീലനം പൂർത്തിയാക്കിയ ഇന്ത്യൻ വംശജനായ ബഹിരാകാശ യാത്രികൻ ആര്? ഉത്തരം അനിൽ മേനോൻ. 2024 ലോക ഭൗമദിനത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാലാവസ്ഥാ ഘടികാരം സ്ഥാപിതമായത് എവിടെയാണ്? ഉത്തരം ന്യൂഡൽഹി. സ്ത്രീധനത്തിൽ ഭർത്താവിന് അവകാശമില്ല എന്ന വിധി പ്രസ്താവിച്ച കോടതി ഏത്? സുപ്രീം കോടതി. 2024 കാൻഡിഡേറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ഇന്ത്യക്കാരൻ? ഉത്തരം D. ഗുകേഷ്. ലോക ഭൗമദിനം എന്നാണ്? ഏപ്രിൽ 22. 2024 ലോക ഭൗമദിനത്തിന്റെ പ്രമേയം? ഉത്തരം പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് എന്നതാണ് 2024 ലോക ഭൗമദിനത്തിന്റെ പ്രമേയം. 2024 ഏപ്രിലിൽ അന്തരിച്ച ഇന്ത്യൻ സൈക്കോ അനാലിസിസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? ഉത്തരം സുധീർ കാക്കർ. കടലിനു മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം? ഉത്തരം ന്യൂ പാമ്പൻ ബ്രിഡ്ജ്. ലോറൻസ് സ്പോർട്സ് പുരസ്കാരം 2024 മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുത്തത്? സെർബിയൻ താരമായ നൊവാക് ദോക്യോവിച്ച്. മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സ്പാനിഷ് താരമായ ഐറ്റാന ബോൺമാറ്റി. ലോകത്ത് ആദ്യമായി ചന്ദ്രന്റെ സമ്പൂർണ്ണ ഹൈ ഡെഫിനിഷൻ അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യം ഏത്? ഉത്തരം ചൈന. 2024 2020 ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി താരം? ഉത്തരം സഞ്ജു സാംസൺ. ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവിഷ്കരിച്ച മൊബൈൽ ആപ്പ്? ഉത്തരം സാക്ഷം. 2024 നടക്കുന്ന 2020 ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടവർ? ഉത്തരം ക്രിക്കറ്റ് താരങ്ങളായ യുവരാജ് സിംഗ്, ക്രിസ് ഗെയിൽ, ജമൈക്കൻ അത്ലറ്റ് ഉസൈൻ ബോൾട്ട് എന്നിവരെയാണ് 2024 നടക്കുന്ന 2020 ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുത്തത്.
2024 2020 ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിനുള്ള ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആര്? ഉത്തരം രോഹിത് ശർമ്മ. ലോക പുസ്തക ദിനം. ലോക പുസ്തക ദിനം ഏപ്രിൽ 23. ലോക പുസ്തക ദിനവും ലോക പുസ്തക പകർപ്പവകാശ ദിനവും ഏപ്രിൽ 23-നാണ്. 2024 ലോക പുസ്തക ദിന പകർപ്പവകാശ ദിനത്തിന്റെ പ്രമേയം. ഉത്തരം നിങ്ങളുടെ വഴി വായിക്കുക എന്നതാണ് 2024 ലോക പുസ്തക ദിന പകർപ്പവകാശ ദിനത്തിന്റെ പ്രമേയം. 71 വർഷങ്ങൾക്കു ശേഷം ഭൂമിയോട് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്ന വാൽനക്ഷത്രം. ഉത്തരം ഡെവിൾ ധൂമകേതു. IPL-ൽ 200 വിക്കറ്റ് നേടിയ ആദ്യ ബൗളർ ആര്? ഉത്തരം യുസ്വേന്ദ്ര ചഹൽ. 2024 ഗോൾഡ്മാൻ എൻവയോൺമെന്റൽ പ്രൈസ് നേടിയ ഇന്ത്യക്കാരൻ. ഉത്തരം അലോക് ശുക്ല. കമ്പ്യൂട്ടർ ചിപ്പ് നിർമ്മാണ രംഗത്ത് ശ്രദ്ധേയരായ ഇന്റലിന്റെ ഇന്ത്യ റീജൻ മേധാവിയായി ചുമതലയേറ്റ മലയാളി. ഉത്തരം സന്തോഷ് വിശ്വനാഥൻ. നിലവിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർമാൻ. ഉത്തരം കെ ബൈജുനാഥ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാട്ടിക് സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം തമിഴ്നാട്ടിലെ മണ്ഡപം എന്ന സ്ഥലത്ത്. 2024 ഏപ്രിലിൽ പുറത്തുവന്ന യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏത്? ഉത്തരം ഇന്ത്യ. ഒളിമ്പിക്സ് ജൂറിയാവുന്ന ആദ്യ ഇന്ത്യൻ വനിത. ഉത്തരം ബൽക്കീസ് മിർ. അടച്ചുപൂട്ടിയ കേരളത്തിലെ ആദ്യ കേന്ദ്ര പൊതുമേഖലാ വ്യവസായം ഏത്? ഉത്തരം ഹിൽ ഇന്ത്യ ലിമിറ്റഡ്. 2024 ഏപ്രിലിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം രാജിവെച്ച സാഹിത്യകാരൻ ആര്? ഉത്തരം സി രാധാകൃഷ്ണൻ. ലോക ആരോഗ്യ ദിനം എന്നാണ്? ലോക ആരോഗ്യ ദിനം ഏപ്രിൽ 7. 2024 ലോക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം. ഉത്തരം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതാണ് 2024 ലോക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം. ഇന്ത്യയിലെ ന്യൂസ് റൂം പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി അടുത്തിടെ പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര വാർത്താ സ്ഥാപനം. ഉത്തരം BBC. പോലീസുകാരുടെ മാനസിക പിരിമുറുക്കത്തിന് പരിഹാരം കാണാനും കൗൺസിലിംഗ് നൽകുന്നതിനുമായുള്ള പദ്ധതിയുടെ പേര്? ഉത്തരം ഹാറ്റ്സ് പദ്ധതി. ഏഷ്യൻ അത്ലറ്റിക് കമ്മീഷൻ അംഗമായി അടുത്തിടെ നിയമിക്കപ്പെട്ട മലയാളി ഒളിമ്പ്യൻ. ഉത്തരം ഷൈനി വിൽസൺ. കച്ചത്തീവ് ദ്വീപ് ഏതു രാജ്യങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഇന്ത്യ ശ്രീലങ്ക. 2024 ഏപ്രിലിൽ നാശം വിതച്ച കാത്ലീൻ കൊടുങ്കാറ്റ് ഏതു രാജ്യത്താണ് ഉണ്ടായത്? ഉത്തരം ബ്രിട്ടൻ. ഏറ്റവും വേഗത്തിൽ 100 കോടി കളക്ഷൻ നേടിയ മലയാള ചിത്രം? ഉത്തരം ആടുജീവിതം. കേരള സർവകലാശാല ഗവേഷകർ ഹാരപ്പൻ സംസ്കാരത്തിന്റെ അവശേഷിപ്പുകൾ കണ്ടെത്തിയ പടുതാപേട്ട് ഏതു സംസ്ഥാനത്താണ്? ഉത്തരം ഗുജറാത്ത്. 2024 ഏപ്രിലിൽ ആരംഭിച്ച മാലിദ്വീപ്, ഇന്ത്യ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുടെ സംയുക്ത നാവികാഭ്യാസം? ഉത്തരം ദോസ്തി 16. ഇംഗ്ലീഷ് ഭാഷയിലേക്കുള്ള വിവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പെൻ അമേരിക്ക നൽകുന്ന സാഹിത്യ ഗ്രാന്റിന് അർഹയായ മലയാളി ആര്? ഉത്തരം വൃന്ദ വർമ്മ. ഇന്ത്യൻ നാവികസേനയുടെ ഉപമേധാവിയായി അടുത്തിടെ നിയമിതനായ വ്യക്തി? കൃഷ്ണ സ്വാമിനാഥൻ. 2024 ദ്വീപ് രാഷ്ട്രമായ മഡഗാസ്കറിൽ വീശിയ ചുഴലിക്കാറ്റ്? ഉത്തരം ഗമാനെ. ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിനാണ് ചൈന സാക്നാൻ എന്ന പേര് നൽകിയിരിക്കുന്നത്? ഉത്തരം അരുണാചൽ പ്രദേശ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകുന്നതിന് രൂപവൽക്കരിച്ച ആപ്പ്? ഉത്തരം സി വിജിൽ. അലിഗഡ് സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലറായി നിയമിതയായത് ആര്? ഉത്തരം നൈമ ഖാത്തൂൻ. ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ ബഹിരാകാശ വാഹനത്തിന്റെ പരിശീലന യാത്രയിൽ ഭാഗമാവുന്ന ഇന്ത്യൻ വംശജ ആര്? ഉത്തരം സുനിത വില്യംസ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചത് കേരളത്തിലെ ഏതു ജില്ലയിലാണ്? ഉത്തരം പാലക്കാട്. ദേശീയ പഞ്ചായത്തി രാജ് ദിനം എന്നാണ്?
ഉത്തരം ഏപ്രിൽ 24. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റിയായ ട്രാൻസ്മുദ്ര നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം കോഴിക്കോട്. ഇസ്രയേലിനെതിരെ ഇറാൻ നടത്തുന്ന ആക്രമണത്തിന് നൽകിയ പേരെന്താണ്? ഉത്തരം ഓപ്പറേഷൻ ട്രൂ പ്രോമിസ്. ലോക പൈതൃക ദിനം ഏപ്രിൽ 18. 2024 ലോക പൈതൃക ദിനത്തിൻ്റെ പ്രമേയം വൈവിധ്യങ്ങൾ കണ്ടെത്തുകയും അനുഭവിക്കുകയും ചെയ്യുക എന്നതാണ് 2024 ലോക പൈതൃക ദിനത്തിൻ്റെ പ്രമേയം. 2024 ഏപ്രിലിൽ അന്തരിച്ച മലയാളത്തിലെ പ്രശസ്ത സംഗീതജ്ഞൻ? ഉത്തരം KG ജയൻ. 2024 പാരീസ് ഒളിമ്പിക്സിൻ്റെ ദീപം തെളിയിച്ച ഗ്രീക്ക് നടി ആര്? ഉത്തരം മേരി മിന. ടൈം മാഗസിൻ പുറത്തുവിട്ട 2024 ഏറ്റവും സ്വാധീനമുള്ള 100 പേരിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാർ? ബോളിവുഡ് താരമായ ആലിയ ഭട്ട്, ഗുസ്തി താരമായ സാക്ഷി മാലിക്, ലോകബാങ്ക് അധ്യക്ഷൻ അജയ് ബംഗ, മൈക്രോസോഫ്റ്റ് CEO സത്യ നാദല്ല എന്നിവരാണ് ടൈം മാഗസിൻ പുറത്തുവിട്ട 2024 ഏറ്റവും സ്വാധീനമുള്ള 100 പേരിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാർ. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ വിമാനത്താവളം? ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്. സമ്മതിദായകർക്ക് വേണ്ടി ആദ്യമായി കൈപ്പുസ്തകം പുറത്തിറക്കിയ തിരഞ്ഞെടുപ്പ് ഏത്? ഉത്തരം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. 2024 ഏഷ്യൻ ടെലികോം അവാർഡിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇനിഷ്യേറ്റീവ് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ കേരളത്തിൻ്റെ പദ്ധതി? ഉത്തരം K-Phone. IPLൽ 250 മത്സരങ്ങൾ പൂർത്തിയാക്കിയ രണ്ടാമത്തെ താരം? ഉത്തരം രോഹിത് ശർമ്മ. ആദ്യത്തെ താരം MS ധോണി. അടുത്തിടെ പൊട്ടിത്തെറിച്ച റുവാങ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം? ഉത്തരം ഇന്തോനേഷ്യ. ദേശീയ ജലദിനം എന്നാണ്? ഏപ്രിൽ 14. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തിൻ്റെ നേതൃസ്ഥാനത്തു നിന്നും പിന്മാറിയ ബോക്സിംഗ് താരം ആര്? ഉത്തരം മേരി കോം. 2024 വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിയുടെ വേദി? ഉത്തരം അബുദാബി. കൃഷിക്ക് ആവശ്യമായ പമ്പ് സെറ്റുകൾ സൗജന്യമായി സൗരോർജത്തിലേക്ക് മാറ്റുന്ന പദ്ധതിയുടെ പേര്? ഉത്തരം PM കുസും യോജന. ആദ്യമായി കേരളത്തിൽ പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡെക്കർ ട്രെയിൻ? ഉത്തരം ഉദയ് എക്സ്പ്രസ്. ദൂരദർശൻ TV ചാനലിൻ്റെ ലോഗോക്ക് നൽകിയ പുതിയ നിറമെന്താണ്? ഉത്തരം കാവി നിറം. വ്യാഴത്തിൻ്റെ യൂറോപ്പ എന്ന ഉപഗ്രഹത്തിലേക്ക് ജീവന്റെ സാധ്യത തേടി നാസ വിക്ഷേപിക്കുന്ന ഉപഗ്രഹം? ഉത്തരം ക്ലിപ്പർ. കാഴ്ച മുതൽ ആടുജീവിതം വരെയുള്ള ചലച്ചിത്ര അനുഭവങ്ങളെക്കുറിച്ച് സംവിധായകൻ ബ്ലസി എഴുതിയ പുസ്തകത്തിൻ്റെ പേര്? ഉത്തരം കാഴ്ചയുടെ തന്മാത്രകൾ. ലോക ഹിമോഫീലിയ ദിനം? ഉത്തരം ഏപ്രിൽ 17.